മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം നമ്മൾ കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ മനസ്സിൽ ചിലതൊക്കെ വെച്ചുകൊണ്ട് കുത്തുവാക്കുകൾ പറയുന്ന ഒരു രീതിയുണ്ട്. ചില പഴയ അനുഭവങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ വെച്ച് പറയുകയാണ്. അങ്ങനെയുള്ളത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. പുറത്തുനിന്ന് വല്ലതുമൊക്കെ പറഞ്ഞു, അതൊന്നും നമ്മളുടെ ബന്ധത്തെ സ്വാധീനിക്കുവാൻ അനുവദിക്കരുത്. നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ലെന്ന് വചനത്തിൽ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് വല്ലതുമൊക്കെ പറയുന്നെങ്കിൽ പറയട്ടെ, നിങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ തമ്മിലുണ്ട് എന്ന ബോധ്യത്തോടെ വേണം മുന്നോട്ട് പോകുവാൻ എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ്. ഒളിയമ്പുകൾ എയ്യുക ചിലപ്പോൾ ചിലരുടെ ഒരു ശൈലിയാണ്. ഇങ്ങനെ ചുമ്മാ ഒരു ദ്വയാർത്ഥത്തിലൊക്കെ അടിച്ചു വിടുക, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ബന്ധത്തെ ഉലയ്ക്കുന്നതാണ് എന്ന് പ്രത്യേകമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ക്രൈസ്തവ ഭർത്താവിന് ഒരിക്കലും തൻ്റെ ദൗത്യ നിർവഹണം നന്നായി നടത്താൻ പറ്റില്ല മദ്യപിക്കുകയാണെങ്കിൽ. ഞാൻ പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലെങ്കിലും ഒരു കാരണവശാലും മദ്യപിക്കാൻ പാടില്ല. അത് ഒരു നിയമത്തിൻ്റെ പേരിലോ അത് ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കുന്നതല്ല, ആരെങ്കിലും നിഷ്കർഷ പാലിക്കാൻ പറഞ്ഞിട്ടോ ഒന്നുമല്ല. എനിക്കൊരു ക്രൈസ്തവ ഭർത്താവാകണമെങ്കിൽ അതിന് എനിക്ക് ഈ മദ്യപാനം ഒരു വലിയ തടസ്സമാണ്. അതെല്ലാ തരത്തിലും തടസ്സമാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ചും എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ മദ്യം ചോരയിൽ അലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ കുഞ്ഞുങ്ങളെയും ബാധിക്കുന്നതാണ്. അത്രയുമൊക്കെ ഇതിൻ്റെ സ്വാധീനമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരേസിന് വേണ്ടി ഒന്ന് മിനുങ്ങാനാണ് എന്നൊക്കെ ഉള്ള ധാരണയിൽ ചെയ്യുന്നവർ ധാരാളം ആളുകളുണ്ട്. മാധ്യമങ്ങളിലൊക്കെ എങ്ങനെ കാണുന്നു, എല്ലാം ഒന്ന് മറക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊരു അപകടം പിടിച്ച ഒരു കാര്യമാണ്. ലഹരിമയം കുട്ടികളിൽ അപാകതകൾ ഉണ്ടാക്കുന്നതാണ്. ചിലപ്പോൾ ഞാൻ ചില ഉദാഹരണം പറയുന്നുള്ളൂ, എല്ലാവരും അതുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. തലമുടി വലിച്ചു പറിക്കുന്ന കുട്ടി, മന്ദബുദ്ധികളാകുന്നവർ, അതുപോലെ അംഗവൈകല്യങ്ങൾ സംഭവിക്കുന്നു. വേറൊരു കാര്യം കൂടെയുള്ള, ഈ മദ്യത്തിൻ്റെ മണം ഭയങ്കരമായിട്ട് വെറുക്കുന്ന സ്ത്രീകളുണ്ട്. എല്ലാവരും ഞാൻ പറയുന്നില്ല, ചില സ്ത്രീകളുണ്ട്. അപ്പോൾ അവരുടെ ആ മനോഭാവം ഒന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. അത് ഈ കുടുംബജീവിതത്തെ വളരെയേറെ തകരാറിലാക്കുകയും അതുവഴിയായിട്ട് അടുത്ത ജനറേഷനെ തന്നെ നശിപ്പിക്കുകയും ചെയ്യും. ലൂക്കായുടെ സുവിശേഷം 6:43-44 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്, ചീത്ത വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുന്നില്ല, ഞെരിഞ്ഞിൽ നിന്നും മുന്തിരിപ്പഴം കിട്ടുകയുമില്ല. ഇങ്ങനെയുള്ള കുടുംബങ്ങൾ നല്ല കുഞ്ഞുങ്ങളുണ്ടാവത്തില്ല എന്ന് ചുരുക്കുക. എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മൾ കത്തോലിക്ക സമൂഹത്തിനൊക്കെ നല്ല വൈദികരെയും സിസ്റ്റേഴ്സിനെ കിട്ടണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നല്ല കാര്യമാണ്, ഞാൻ അതിനകത്ത് എതിരുമില്ല. അവരെവിടുന്ന് വരണം? നമ്മുടെ നല്ല കുടുംബങ്ങളിൽ നിന്ന് വരണ്ടേ? അല്ലെങ്കിൽ എന്ത് പറ്റുന്നു? വൈകല്യമുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർ നല്ല വൈദികരാവുകയില്ല, നല്ല സിസ്റ്റേഴ്സ് ആവുകയില്ല. ഒരു വൈദികൻ നശിച്ചു പോയാൽ അത് വളരെ ഗൗരവമായ തെറ്റാണ്, എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷെ ഞാൻ പറയും, അതിനേക്കാൾ ഗൗരവമായ പ്രശ്നമാണ് ഒരു അപ്പൻ നശിക്കുക. അപ്പൻ നശിച്ചാൽ അപ്പൻ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാവുന്ന ആളാണ്. ആ ജനറേഷൻ മുഴുവനും അത് നശിപ്പിക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനും പരിശുദ്ധമായൊരു കുടുംബജീവിതം നയിക്കുവാനും നമുക്കെല്ലാവർക്കും ഇടയാവട്ടെ എന്ന് വളരെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. നമുക്ക് ഇന്നത്തെ കത്തുകളിലേക്ക് തിരിയാം. ഇന്നത്തെ ആദ്യത്തെ കത്ത് ഏതാണ്? കൊല്ലത്തു നിന്ന് ത്രേസ്യാമ്മ എന്ന വീട്ടമ്മയുടെ കത്താണ്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, ഈ കത്തെഴുതുന്നത് എൻ്റെ മൂത്ത മകൻ്റെ കുട്ടി ഭയങ്കര അരിശക്കാരനാണ് എന്ന് കാണിക്കുവാനാണ്. അവന് 5 വയസ്സേ ഉള്ളൂ. നോയൽ എന്നാണ് അവൻ്റെ പേര്. UKGയിലാണ് അവൻ പഠിക്കുന്നത്. മകൻ്റെ ഭാര്യ അവനെ ശരിക്കും അടിക്കും. ഞങ്ങൾ ഇടപെട്ടാൽ അമ്മായിയമ്മ ഇടപെടണ്ട എന്ന് പറയും. എന്നെ അവൾ ചീത്ത പറയാറുണ്ട്. എനിക്ക് ഇടപെടാൻ മേലാത്ത അവസ്ഥാവിശേഷമാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോലും TV ഓഫ് ചെയ്താൽ അവന് അരിശം വന്ന് കടിക്കും. എന്താണ് കാരണമെന്ന് ഞാൻ ആലോചിച്ചിട്ട് ഒരു കാരണം ഞാൻ കണ്ടുപിടിച്ചു.
അവൻ്റെ അമ്മ ഗർഭിണിയായിരുന്നപ്പോൾ അവൾക്ക് ഹാർട്ടിന് ഹോൾ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എങ്കിലും കുഴപ്പമൊന്നുമില്ലാതെ പ്രസവം നടന്നു. അവൻ്റെ അപ്പനും കുറച്ച് ദേഷ്യമുണ്ട്. അച്ഛൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ തന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഈ പ്രശ്നം പരിഹരിച്ചു തരണമേ. വെരി ഗുഡ്. ഞാൻ പ്രശ്നം മനസ്സിലാക്കുന്നു. നോയൽ എന്ന കുട്ടിയുടെ അരിശം ഒരു വിധത്തിൽ അപ്പൻ്റെ അമ്മയുടെ ടെൻഷൻ്റെ ഭാഗമാണ് എന്ന് തന്നെ പറയാൻ പറ്റും. മനഃശാസ്ത്രപരമായിട്ട് അങ്ങനെയാണ് വിശദീകരിക്കാൻ പറ്റുന്നത്. അമ്മച്ചിയുടെ ചിന്ത ഏറെക്കുറെ ശരിയാണ്. ഞാനത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. ഗർഭാവസ്ഥയിലുണ്ടായ ടെൻഷൻ കുട്ടിയെ ബാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഒരവസരമായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഗർഭാവസ്ഥയിൽ വളരെയേറെ സംരക്ഷണവും വളരെയേറെ സ്നേഹവും ഗർഭിണികൾക്ക് കുടുംബങ്ങളിൽ കൊടുക്കേണ്ടതാണ്. ഗർഭകാല ശുശ്രൂഷകൾക്കൊരു പ്രാധാന്യമുണ്ട്. അത്രയും ചിലപ്പോൾ ചിലർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കത്തിലോ ഇതുപോലെ തന്നെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഗർഭകാല ശുശ്രൂഷകൾക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കണം. ഇന്ന് സഭ അതേപ്പറ്റി വളരെ ബോധേഡാണ്. സഭ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അവർക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണം ഇങ്ങനെയൊക്കെ നടത്താനായിട്ട് പലപ്പോഴും സഭാ അധികാരികൾ പരിശ്രമിക്കുന്നുണ്ടെന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഞാനിത് പൊതുവെ എല്ലാവരും ശ്രദ്ധിക്കണമെന്നുള്ളത് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. കുട്ടിയെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ അമ്മയും വല്യമ്മയും ഒരു ഐക്യത്തിൽ എത്തണം എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അവർ തമ്മിലൊരു വഴക്ക്, അമ്മ ശിക്ഷിക്കുന്ന വല്യമ്മേനെ ഇടപെടണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ള മട്ടിൽ ഒരു സ്വതന്ത്ര ആറ്റിറ്റ്യൂഡ് അവിടെ കാണുന്നുണ്ട്. അത് അത്ര നല്ലതല്ല. കാരണം ഇത് കുരുന്നു മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും, ചിന്താക്കുഴപ്പം. ഇതിലാര് പറയുന്നതാണ് കറക്റ്റ്? അപ്പോൾ അത് നമ്മൾ വിചാരിക്കുന്നതിലേറെ പ്രശ്നമാണ്. അതുകൊണ്ട് അവർ കഴിയുന്നിടത്തോളം എല്ലാത്തിനും ശിക്ഷിക്കണം എന്നോ ശിക്ഷിക്കരുതെന്നോ ഞാൻ ഒരു എക്സ്ട്രീമിൽ ഞാനില്ല. ഒരു വയാമീഡിയ നടുക്ക് നിൽക്കണം. ആവശ്യമുള്ളത് പറഞ്ഞ് തിരുത്തി കൊടുക്കണം, ആവശ്യമില്ലാത്തടത്ത് അത് വേണ്ട. ഈ രണ്ട് പേരുടെയും ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു നടുക്ക് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടത് പിന്നെ മോശമായ വാക്കുകളൊക്കെ അമ്മയെ വിളിക്കുന്നുണ്ട് ഈ കുട്ടി, അതും നല്ലതല്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ്. കുട്ടിയുടെ ആന്തരിക സൗഖ്യത്തിനായിട്ട് മാതാപിതാക്കളും അതുപോലെ വല്യമ്മച്ചിയും പ്രാർത്ഥിക്കണം എന്നെനിക്ക് പറയാനുണ്ട്. വല്യമ്മച്ചിയാണ് നമുക്ക് കത്തെഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുക. കൂടാതെ ഞാനൊരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നത്, ഈ കുട്ടി ഇപ്പം ഇത്രയേറെ കുസൃതിയെ കാണിക്കുന്നുണ്ട്. എൻ്റെ ഒരു ചിന്ത, അഭിഷിക്തരായ വൈദികരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് പ്രാർത്ഥിപ്പിക്കുന്നത് നല്ലതാണ്. ആ കുട്ടിയുടെ തലയിൽ കൈവച്ച്, നമ്മുടെ നാട്ടിലൊക്കെ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ആന്തരിക സൗഖ്യത്തിനായിട്ടും കുട്ടിക്ക് കൂടുതൽ ദൈവാത്മാവിൻ്റെ നിറവിന് വേണ്ടിയും പ്രാർത്ഥിപ്പിക്കുന്നത് നല്ലതാണ്. അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് ഈ അമ്മച്ചിക്ക് ചെയ്യാവുന്നൊരു കാര്യം തന്നെയാണ്. 1 സാമുവേൽ 16:23 ഇങ്ങനെ പറയാം, ദുരാത്മാവ് വിട്ടുപോകാൻ ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും സൂചിപ്പിക്കുകയാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതി നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിക്കും മകൾക്കും ഉണ്ടാകുന്ന നല്ലതാണ്. കുട്ടി അറിയാതെ തന്നെ സാധിക്കുമെങ്കിൽ കുട്ടിയുടെ തലയിൽ കൈവച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുന്നത് ഉചിതമാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് ഇതേപ്പറ്റി മേഴ്സിക്ക് പറയാനുള്ളത്? ഈ അമ്മ കുഞ്ഞിനെ ഗർഭം ധരിച്ച നിമിഷം മുതൽ ഇപ്പോഴുള്ള അവൻ്റെ അവസ്ഥ വരെ ഈ അമ്മയ്ക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാനുള്ള ഒരു ഘട്ടം ഘട്ടമായ ഒരു പ്രാർത്ഥന എടുക്കണം. അതായത് ഉത്ഭവ നിമിഷം മുതൽ ഇപ്പോൾ വരെ, പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഹാർട്ടിന് അസുഖം ഉണ്ടെന്ന് അറിഞ്ഞ ആ നിമിഷത്തിലുള്ള ഷോക്ക്, അത് കുഞ്ഞിലേക്ക് എന്തായാലും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിമിഷത്തിൽ ഈശോ കടന്നു വരുന്നതായിട്ടും കുഞ്ഞിനെ അമ്മയെ ഒരുപോലെ സുഖപ്പെടുത്തുന്നതായിട്ടും ഇവൾ വിശ്വസിച്ച് അത് സ്വപ്നം കണ്ട് പ്രാർത്ഥിക്കണം. അത് ദർശനം കാണണം. തൻ്റെ വിശ്വാസത്താൽ അവിടെ ഈശോ കടന്നു വരുന്നു. ഈശോ വന്ന് എന്നെയും കുഞ്ഞിനെയും ഒരുപോലെ സുഖപ്പെടുത്തുന്നു. കാരണം അങ്ങനെ ഒരു സൗഖ്യദായകനായ യേശുവിലുള്ള ഒരു വിശ്വാസവും പ്രാർത്ഥന വഴി ഒരുപാട് ടെൻഷൻസ് മാറും. അമ്മയുടെയും മാറും, പിന്നെ ഈ കുഞ്ഞിൻ്റെയും
ആന്തരിക സൗഖ്യത്തിന് അത് വലിയൊരു കാര്യമാണ്. കാരണം ഞങ്ങളുടെ മക്കളിൽ തന്നെ അങ്ങനെ ഒരു കുഞ്ഞിന് ഒരു അവസ്ഥയിൽ കൂടുതൽ ഭയപ്പാടും വളരെ കുഞ്ഞായിരുന്നപ്പോൾ, അപ്പോൾ ഞാനിങ്ങനെ ആ സമയത്ത് എനിക്കുണ്ടായ ആ ഭയം, ഗർഭാവസ്ഥയിൽ എനിക്ക് ആ കുഞ്ഞിനെ ഗർഭം ധരിച്ച സമയത്തുണ്ടായ ഭയത്തിലെ ആ സമയത്തിലേക്ക് ഈശോ കടന്നു വരണമേ, ഞങ്ങളെ രണ്ടുപേരെ ഇപ്പോൾ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അതൊരു വലിയ സൗഖ്യപ്രാർത്ഥനയാണ്. അത് ശരിക്കും അമ്മയിലൂടെ ആ പ്രാർത്ഥനയ്ക്ക് സൗഖ്യം കുഞ്ഞിന് കിട്ടും, അമ്മ അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു ആന്തരിക മേഖല സുഖപ്പെടാനുണ്ട്. പിന്നെ ഈ വല്യമ്മ ഇപ്പോൾ ഇത് കണ്ട് ഈ കുഞ്ഞിങ്ങനെ അരിശം കൊള്ളുന്നു, അമ്മ ദേഷ്യപ്പെടുന്നു, അതൊരു വല്യമ്മയുടെ ഒരു വലിയ ഉത്കണ്ഠയും പ്രയാസമുണ്ട്. അപ്പോൾ അമ്മയുടെ സമാധാനത്തിന് വേണ്ടിയും പറയുകയാണ്, ആന്തരിക സൗഖ്യവും ഈ കുഞ്ഞിനും അമ്മയ്ക്കും ഒരുപോലെ കിട്ടാൻ വല്യമ്മയും പ്രാർത്ഥിക്കുക. പിന്നെ പ്രഭാഷകൻ 47:22 തിരുവചനം പറയുന്നു, കർത്താവ് ഒരിക്കലും കാരുണ്യം വെടിയുകയോ തൻ്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല. അവിടുന്ന് താൻ തിരഞ്ഞെടുത്തവൻ്റെ പിൻഗാമികളെ തുടച്ചു മാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവൻ്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല. നല്ല മനോഹരമായൊരു വചനമാണ്. ആ വല്യമ്മ ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവിടെ വലിയൊരു അനുഗ്രഹം നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവർക്കും സമാധാനം കിട്ടും, ഈ കുഞ്ഞിലും അമ്മയിലേക്കും എല്ലാം ഒരുപോലെ. ഇവിടെയെല്ലാം നമ്മൾ എല്ലാത്തിനും ഒരു മാനുഷിക തലത്തിൽ കൂടെ ബാഹ്യമായ ഒരു കണ്ണുകൊണ്ടും ബുദ്ധി കൊണ്ടും പല കാര്യങ്ങളും ചിന്തിച്ചു പോയാൽ ഒരു സമാധാനവും കിട്ടില്ല. പക്ഷെ ദൈവത്തിലുള്ള ആശ്രയത്വത്തിൽ, വചനത്തിൻ്റെ ആശ്രയത്വത്തിൽ, വചനം വായിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ഒത്തിരി സൗഖ്യവും വലിയ അത്ഭുതവും ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ ഈ ആ കാലഘട്ടത്തെ ഈശോയ്ക്ക് സമർപ്പിച്ച് അന്നുണ്ടായിരുന്ന ടെൻഷനും പേടിയും ഒക്കെ കുട്ടിയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയെയും എന്നെയും സുഖപ്പെടുത്തണമേ എന്ന് ഈ അമ്മ പ്രാർത്ഥിക്കണം. നമുക്കോട് വല്യമ്മച്ചി ആ കത്ത് എഴുതിയിരിക്കുന്നത്, എങ്കിലും വല്യമ്മച്ചി അത് പറ്റുമെങ്കിൽ പറഞ്ഞു കൊടുത്ത് മകളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുന്നെങ്കിൽ വളരെ നന്നായിരിക്കും എന്നുള്ളത് ക്ലിയർ ആയിരിക്കുന്നു. ഇബ്രാഹിമിന് എന്താ പറയാനുള്ളത്? എനിക്ക് വെച്ചാൽ ഇതിനകത്ത് ഒന്ന് രണ്ട് വ്യക്തികൾ ഇതിനകത്ത് ഭാരപ്പെടുന്നവരുണ്ട്. ഒന്ന് കുഞ്ഞ്, അത് മുറിവേറ്റ കുഞ്ഞാണ്. അമ്മ, ഈ കുഞ്ഞ് ഈ പറഞ്ഞ ദേഷ്യമൊക്കെ ഉണ്ടായത് മുഴുവൻ ഈ വീട്ടിൽ പറഞ്ഞില്ല, എല്ലാവരും ദേഷ്യക്കാരാണ്. അന്തരീക്ഷം മൊത്തം ഒരു അസ്വസ്ഥതകൾ കിടക്കുന്നൊരു അന്തരീക്ഷമായിട്ട് തോന്നുന്നു ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം. അമ്മ മോളോട് എന്നെയും പറയുമ്പോൾ, കൊച്ചിനെ പറയുമ്പോൾ അതിനെ ഉടനെ മരുമോൾ അമ്മയുടെ നേരെ തിരിയുന്നു. എല്ലാം ഒരു കുഴഞ്ഞ അവസ്ഥ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് മൊത്തം ഒരു കൗൺസിലിംഗ്, ഇവരൊരു നല്ലൊരു ഫാമിലി കൗൺസിലിംഗ് എന്ന രീതിയിലായിരിക്കും നല്ലൊരു കൗൺസിലർ എടുത്ത് പോകുന്നത് നല്ലതായിരിക്കും. രണ്ടാമത് ഇവരുടെ വാക്കുകൾ, ഇപ്പോൾ ഈ കൊച്ചിന് ദേഷ്യമൊക്കെ വരുന്നത് എഫെസസ് 4:29 പറയുന്നുണ്ട്, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാരനെ ആത്മീയമായി ഉന്നതിക്ക് ഉതകുന്ന നല്ല വാക്കുകൾ സന്ദർഭം അനുസരിച്ച് പറയുക. ഇവിടെ ഏത് തൊട്ടാലും പിടിച്ചാലും അന്നേരം ദേഷ്യവും ഇതും മാത്രമാണ് ഈ കുടുംബത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത് ഈ കൊച്ചിൻ്റെ അമ്മ എനിക്ക് തോന്നുന്നു ഒത്തിരി മുറിവേറ്റ ആളായിട്ട് തോന്നുന്നുണ്ട്. ചെറുപ്പകാലം മുതൽ തന്നെ അതിൻ്റെ ഗർഭത്തിലായിരുന്നപ്പോൾ ഹാർട്ടിൻ്റെ അസുഖത്തിൻ്റെ പ്രശ്നം, എല്ലാം മൊത്തം ഒരു ആന്തരികമായ മുറിവുകൾ, പ്രശ്നങ്ങൾ കിടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. നല്ല കൗൺസിലർ ഈ പ്രാർത്ഥന ഈ കാര്യങ്ങളുടെ കൂടെ തന്നെ അതുകൊണ്ട് ആവശ്യമാണെന്ന് തോന്നുന്നു. അതാണിപ്പോൾ കൊച്ചു തന്നെ റിയാക്ഷനും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഇവിടെ നിന്നൊക്കെ കിട്ടി തലമുറകൾ അത് കൈമാറി വന്നുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥ പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കൗൺസിലിംഗ് ഒരു ഫാമിലി കൗൺസിലിംഗ് തന്നെ ആവട്ടെ എന്നാണ് എബ്രാഹിമിൻ്റെ അഭിപ്രായം. വളരെ ശരിയാണ്. ഇവരെല്ലാം തന്നെ അല്പം മുറിവേറ്റിരിക്കുന്നത് കൊണ്ട് ഒന്നിച്ച് അങ്ങനെ ഫാമിലി കൗൺസിലിംഗായിട്ട് നടത്തുന്ന അവസരങ്ങൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ സംവിധാനമുണ്ട്. അപ്പോൾ അതിൽ പോകാനായിട്ടൊന്ന് പരിശ്രമിക്കണം. എവിടെ നിന്നുള്ള കത്തായിരുന്നു ഇത്? സ്ഥലം കൊല്ലത്ത് നിന്നാണ്. അപ്പോൾ കൊല്ലത്ത് ഫാമിലി അപ്പോസിലേറ്റുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അവിടെ തന്നെ ഉള്ള സംവിധാനങ്ങളുണ്ടാവും. അങ്ങനെ മുമ്പോട്ട് പോവുക, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ആ ഒരു ബോധ്യത്തിൽ നിലനിൽക്കുകയും ചെയ്തുകൊണ്ട് പ്രശ്നം പരിഹൃതമാകും. അമ്മച്ചി ഒട്ടും അസ്വസ്ഥപ്പെടാതിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നോയലിനെയും അതുപോലെ തന്നെ നമ്മളുടെ കുടുംബത്തെയും നമുക്ക് ഈശോയോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് അടുത്ത കത്തിലേക്ക് കിടക്കാം അല്ലേ? തൃശ്ശൂരിൽ നിന്നും ഷിബു എഴുതുന്ന കത്താണ്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, ഞാൻ ആകെ ദുഃഖത്തിലാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. അച്ഛ, വിവാഹത്തിന് ശേഷം 3 മാസമായപ്പോൾ അവൾ പറയുന്നത് എനിക്കിഷ്ടമില്ലാത്ത വിവാഹമായിരുന്നുവെന്ന്. മാതാപിതാക്കൾ നിർബന്ധിച്ചതുകൊണ്ട് അവളെ വിവാഹത്തിന് സമ്മതിച്ചെന്നും പറയുന്നു. അവൾ എത്ര പരിശ്രമിച്ചിട്ടും എന്നോട് അടുക്കുവാൻ പറ്റുന്നില്ല. ഞങ്ങൾ തമ്മിൽ യാതൊരു വഴക്കുമില്ല. ഞങ്ങൾ ഒരിക്കൽ പോലും ശാരീരികമായി അടുത്തിട്ടില്ല.
ഞാൻ ഇതാരോടും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ചില സൂചനകളൊക്കെ വീട്ടുകാർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ഒന്നിച്ചാണ് താമസിക്കുന്നത്. നല്ല സുഹൃത്തുക്കളെ പോലെ ഞങ്ങൾ ഇടപെടുന്നു. പല പ്രാവശ്യം പലയിടത്തും കൗൺസിലിങ്ങിന് പോയി. ഫലമൊന്നും കാണുന്നില്ല. ഞാൻ എന്ത് ചെയ്യും അച്ഛാ? അവൾക്ക് പിരിയണം എന്നൊന്നും പറയുന്നില്ല. ആങ്ങള പെങ്ങന്മാരെ പോലെ ജീവിക്കാമെന്ന് പറയുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ എങ്ങനെ നീങ്ങണമെന്ന് ദയവായി അച്ഛൻ പറഞ്ഞു തരണമേ. ഷിബുവിൻ്റെ വിഷമം തീർച്ചയായിട്ടും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ സാഹചര്യത്തിൽ ആർക്കാ വിഷമം ഉണ്ടാവാത്തത്? ഇങ്ങനൊരു വിവാഹമൊക്കെ കഴിച്ചിട്ട് ഷിബുവിനെ എനിക്ക് കുറച്ചുകൂടി അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുകയാണ്. അത്ര എല്ലാം ശാന്തമായിട്ട് ഇത് കൈകാര്യം ചെയ്തു. ഒരു ലാക്ക് ഓഫ് കൺസെൻറ്റ്, സമ്മതമില്ലായ്മയുണ്ട്. ഇപ്പോൾ പറയുന്നത് ഷിബു എഴുതിയിരിക്കുന്നത് നമ്മൾ അപ്പാടെ എടുക്കുകയാണെങ്കിൽ സമ്മതമില്ലായ്മയുണ്ട്, വിവാഹം സാധുവല്ലെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതുപോലത്തെ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. അത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല അവൾക്ക് അടുക്കാൻ പറ്റുന്നില്ല. ഇനി അവൾ ഇങ്ങനെ കല്യാണം കഴിഞ്ഞല്ലോ, അഡ്ജസ്റ്റ് ചെയ്തെന്ന് പോകാമെന്ന്, അങ്ങനെ അടുക്കാൻ പറ്റുന്നില്ല എന്നുകൂടെ ഒരു സൂചനയുണ്ട്. ഇപ്പോൾ ഒരു സൈക്കോളജിക്കൽ ഇമ്പോർട്ടൻസി ഉണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. മാനസികമായിട്ടുണ്ടാകാവുന്നതാണ്, ഇഷ്ടം ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കാവുന്നതാണ്. 3 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. 3 വർഷമായിട്ട് ഇതൊരു പരാതിയായിട്ട് പറയാതെ ഇത് വളരെ ശാന്തമായിട്ടെടുത്ത ഷിബുവിനെ ഞാനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. കാരണം സാധാരണ നമ്മൾ കാണാത്ത ഒരു കാര്യമാണിത്. പക്ഷെ അത് ഷിബു അത്ര സമചിത്തത്തോടെ അതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്. അത് ദൈവത്തിന് മുമ്പാലെ വലിയൊരു കാര്യമാണ്, വലിയ ക്ഷമയാണ്. പക്ഷെ ആങ്ങള പെങ്ങന്മാരെ പോലെ ജീവിക്കാനുള്ളതല്ല വിവാഹ ജീവിതം. അത് ഞാനിതിൻ്റെ കൂടെ പറയുകയാണ്. ആങ്ങള പെങ്ങന്മാരെ പോലെ ജീവിക്കാൻ വിവാഹ ജീവിതം ആവശ്യമില്ല. അതല്ല ദൈവം ലക്ഷ്യമാക്കുന്നത്. വിവാഹത്തിന് അതിൻ്റേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടല്ലോ. അതിനാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പലയിടത്തും കൗൺസിലിങ്ങിന് പോയി. അതുകൊണ്ട് ഞാൻ ഇനി എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്, സഭയോട് ബന്ധപ്പെട്ട് ഫാമിലി അപ്പോസ്റ്റലേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കൗൺസിലിങ്ങിന് പോകണം. ആ കൗൺസിലിങ്ങിന് ഞാൻ ഉദ്ദേശിക്കുന്നത് വെറും ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും അല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഇടവക, ഇവർ എവിടെ നിന്നുള്ളത്? തൃശ്ശൂരാണ്. അപ്പോൾ ഇവരുടെ തൃശ്ശൂർ അതിരൂപതയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് തന്നെ വേണം ഈ കേസ് പറയാൻ. എന്നിട്ട് അവരത് പഠിക്കട്ടെ. പഠിച്ചിട്ട് ഞാനൊരു മുൻകൂറായിട്ടൊരു തീരുമാനത്തിലെത്തുന്നില്ല. എങ്കിലും ബന്ധപ്പെട്ട് ഒരുങ്ങണം, സാധ്യതകൾ പഠിക്കണം. പെട്ടെന്ന് കേട്ടാൽ നമുക്ക് ധാരാളം സാധ്യതകളുള്ളതായിട്ടാണ് മനസ്സിലാകുന്നത്. സാധ്യതകൾ പഠിച്ചിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷേ കൗൺസിലിങ് തീർച്ചയായിട്ടും ഉപകാരപ്പെടും, സൈക്കോളജിക്കൽ കൗൺസിലിംഗ്. കാരണം ഇവൾക്കിങ്ങനെ എന്താ അടുക്കാൻ പറ്റാത്തത്, ഇവൾ എന്നാൽ പിരിഞ്ഞു പോകാൻ അവൾ പറയുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവൾക്കത് ഞാൻ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് റീഡ് ചെയ്യുന്നേ ഉള്ളൂ. ചിലപ്പോൾ അവൾക്ക് ഒരുപക്ഷെ എനിക്ക് പറ്റുമെങ്കിൽ ഇത് തുടരാം എന്നുള്ള ചിന്ത ഉണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ്. ഏതായാലും നല്ലൊരു എക്സ്പെർട്ട് കൗൺസിലിംഗ് ബന്ധപ്പെടണം. എന്നിട്ട് ആ നിർദ്ദേശം അനുസരിച്ച് നീങ്ങണം എന്നാണ് എനിക്ക് പറയാനായിട്ട് തോന്നുന്നത്. എബ്രഹാം എന്താണ് അതേപ്പറ്റി പറയാൻ തോന്നുന്നത്? തൃശ്ശൂരില്ലേ, തൃശ്ശൂർ ഫാമിലി അപ്പോസ്റ്റലേറ്റ് നല്ല കൗൺസിലിംഗ് ടീമൊക്കെ അവിടെ ഉള്ള സ്ഥലമാണല്ലോ. ഇവർ പലയിടത്ത് കൗൺസിലിംഗ് പോയെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ കൗൺസിലിംഗ് ക്ലിനിക്കുകളെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പലതും ഉണ്ട്. ശരിയായ ഈ പറഞ്ഞ നമ്മുടെ സഭയുടെ പഠനം അനുസരിച്ച് അല്ലെങ്കിൽ ശരിയായ കാഴ്ചപ്പാടനുസരിച്ച് പോകുന്നിടത്താണോ എന്ന് ഇവർ പോയതൊന്നും അറിയില്ല. പിന്നെ ഈ പെൺകുട്ടിക്ക് ഇനി പണ്ടോ അല്ലെ എന്തെങ്കിലും മുറിവുകളോ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഈ ശാരീരിക ബന്ധവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അടുക്കാൻ മേലാത്ത രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഒന്നും അറിയില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നൊരു നല്ല കൗൺസിലിങ്ങിന് തന്നെ പോയി ഈ പ്രശ്നം പരിഹരിച്ചെടുക്കണം. അത് പരിഹരിച്ചെടുക്കാതെ ഇങ്ങനെ ആംഗ്ലം പെങ്ങളുമായിട്ടിരിക്കാനുള്ളവരല്ലല്ലോ അവർ. തീർച്ചയായിട്ടും അതിനുള്ളത് എന്താണെന്നുള്ളത് അവർ തന്നെ കണ്ടെത്തേണ്ടത്. ഇത് കൗൺസിലിങ്ങിലൂടെ എനിക്ക് തോന്നുന്നുള്ളൂ സാധിക്കുമെന്ന് തോന്നുന്നു. ഓക്കെ, എന്നാൽ ഒരു കൗൺസിലിങ്ങിലൂടെ തന്നെ നീങ്ങാം എന്നുള്ള ചിന്തയാണ് എബ്രഹാമിനുള്ളത്. മേഴ്സിക്ക് അതേപ്പറ്റി എന്താ പറയാനുള്ളത്? അച്ഛാ, ഈ കത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, എനിക്ക് ഇഷ്ടമുള്ള വിവാഹമല്ലായിരുന്നു, മാതാപിതാക്കൾ നിർബന്ധിച്ചതുകൊണ്ടാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്ന്. അപ്പോൾ അവളുടെ മനസ്സിൽ അവളുടെ കാഴ്ചപ്പാടിലുള്ള ഒരു വിവാഹം അല്ലായിരിക്കാം ഇത്. അതുകൊണ്ട് തന്നെ ഭർത്താവിനോട് അടുക്കാതെ ഇങ്ങനെ മാറി മനസ്സ് മാറി നിൽക്കുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം
ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നല്ലൊരു വിശുദ്ധിയോ ആത്മീയതയോ ഇല്ലാത്ത ആളാണെങ്കിൽ അത് സാധിച്ചെടുക്കുക തന്നെ ചെയ്യും. അതിന് എത്രയൊക്കെ ഏതെല്ലാം എവിടുന്നെല്ലാം ആരെല്ലാം പറഞ്ഞാലും. കാരണം സ്ത്രീ വിചാരിച്ചാൽ ഒരാളെ ഉയർത്താനും ഒരാളെ താഴ്ത്താനും സാധിക്കും. ഒരാളെ വളർത്താനും തളർത്താനും ഒരു സ്ത്രീ വിചാരിച്ചാൽ സാധിക്കും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഭർത്താവ് ഈ ഷിബു ഒരു നല്ല സാധു പയ്യനാണ് എനിക്ക് തോന്നുന്നത്. അവൻ്റെ സ്വഭാവം മനസ്സിലാക്കി തന്നെ അവളുടെ ഇഷ്ടാനുസരിച്ച് പോവുകയാണ്. ഇവിടെ പുറത്തുള്ള കൗൺസിലിംഗ് ഒന്നും അല്ല ആവശ്യം. ഇത് വികാരിയച്ഛൻ്റെ അടുത്ത് സമീപിച്ച് വികാരിയച്ഛനെ ഇത് ധരിപ്പിച്ച് വികാരിയച്ഛൻ തന്നെ ഇവരോട് സംസാരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൗൺസിലിങ്ങിന് പോയിട്ടുണ്ടെന്നൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇനിയും പുറത്തൊരു കൗൺസിലിങ്ങിന് പോയാലും ഇവൾ ഇത് തന്നെ ആയിരിക്കും എടുക്കുന്നത് ചിന്താഗതി. പക്ഷേ ഈ പാവം ഈ ഷിബുവിനെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്താനുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ആ ഒരു ഭർത്താവിൻ്റെ വശത്ത് അവിടേക്കാണ് എൻ്റെ മനസ്സ് പോകുന്നത്. കാരണം അവനെ ഈ 3 വർഷക്കാലം ഇവള് ശരിക്കും പറഞ്ഞാൽ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഒരു തരത്തിൽ വഞ്ചിക്കുകയാണ് ചെയ്തത്. കൂടെ ജീവിക്കുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അച്ഛാ. പിന്നെ മറ്റൊരു കാര്യം, ഇത് വികാരിയച്ഛൻ അറിഞ്ഞ് ഇവരെ സംസാരിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ നീക്കണം. ഇനി ഇവൾക്ക് എന്തെങ്കിലും ശാരീരിക വൈകല്യങ്ങളുണ്ടെങ്കിൽ അതനുസരിച്ച് അതിനുള്ള ഡോക്ടറെ കാണുകയോ എന്തെങ്കിലുമൊക്കെ വേണം. പിന്നെ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 29:6 തിരുവചനം പറയുന്നു, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ. വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകാനും പുത്രീപുത്രന്മാരെ വിവാഹം കഴിപ്പിക്കാനും അവർക്ക് മക്കളുണ്ടാകട്ടെ എന്നാണ് തമ്പുരാൻ പറയുന്നത്. ഈ ദൈവത്തിൻ്റെ നിയമങ്ങൾക്കൊക്കെ വിരുദ്ധം കാണിക്കുന്നത് അധാർമികത തന്നെയല്ലേ? അപ്പം തീർച്ചയായിട്ടും ഇത് നല്ലൊരു ശൈലിയല്ല. അതിനോട് ആർക്കും യോജിക്കാൻ പറ്റില്ല. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുക്കുന്നതോടൊപ്പം ഇത് നല്ലൊരു കൗൺസിലിംഗ് അല്ലെങ്കിൽ വികാരിയച്ഛൻ വഴിയോ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം ഇതിന്. തീർച്ചയായിട്ടും ഒരു വികാരിയച്ഛൻ വഴി ഫാമിലി അപ്പോസ്റ്റലേറ്റ് വഴി അങ്ങനെ പോകണം, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം മേഴ്സിയുടെ ചിന്തയിൽ ഒരു സ്ത്രീയൊന്ന് അല്ലേ പെണ്ണൊരുമ്പെട്ടാൽ ഇങ്ങനെ പറഞ്ഞത്, അതുകൊണ്ട് തീരുമാനിച്ചാൽ അവരെ പിടിച്ചു കിട്ടും എന്നുള്ളൊരു നിലയിലുണ്ട് എന്നുള്ളൊരു ചിന്തയാണ്. ചിലപ്പോൾ അവനോടുള്ള പ്രതികാരമായിരിക്കും, അവന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവനെ പീഡിപ്പിക്കുന്ന ഒരു സാഡിസ്റ്റ് എന്നുള്ള അങ്ങനെയും വരാം. പിന്നെ ഞാൻ കുറച്ചുകൂടെ അനുഭവപൂർവ്വം പരിഗണിക്കുന്നവർക്ക് പറ്റുന്നില്ല. ഒരു സൈക്കോളജിക്കൽ ഇമ്പോർട്ടൻസി നമുക്ക് ഇഷ്ടമില്ലാത്തവരോട് എടുക്കാനായിട്ട് പറ്റുകയല്ലോ, അങ്ങനെയും വരാം. എന്താണോ പല സാധ്യതയുണ്ട്. ഒരു സോഫ്റ്റ്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നു അവിടെ. ഞാൻ മേഴ്സിയുടെ അഭിപ്രായത്തെ ഖണ്ഡിക്കുകയല്ല, എങ്കിലും ഈ എല്ലാ പോസിബിലിറ്റിയും ഉണ്ടെന്ന് തോന്നുകയാണ്. ഏതായാലും നമുക്ക് കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒരു വല്ലാത്തൊരു അവസ്ഥയിലുള്ള ഒരു പോക്കാണ്. എത്രയും വേഗം സഹോദരൻ ചെയ്യേണ്ടത് മേഴ്സി സൂചിപ്പിച്ച പോലെ വികാരിച്ചുമായിട്ട് ബന്ധപ്പെട്ട് അത് ഫാമിലി അപ്പോസ്റ്റലേറ്റും ഒരുപക്ഷെ അതിർവത കൂരിയായും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നീങ്ങേണ്ടതായിട്ടുണ്ട്. അങ്ങനെ തന്നെ നീങ്ങണം. ഒരു പരിഹാരത്തിലേക്ക് എത്തിച്ചേരുവാൻ ഇടയാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഈ 2 കുടുംബങ്ങളെയും അല്ലേ ഈശോയുടെ മുമ്പാകെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ലൂക്കാ 1:37 എപ്പോഴും ഓർക്കുക. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ നമുക്ക് പ്രശ്നങ്ങളെ പരിഹൃതമാകും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. നല്ലവനും സ്നേഹനിധിയുമായ പൊന്നുതമ്പുരാനെ, ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട മക്കളെ അങ്ങയുടെ തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അങ്ങ് കാണുന്നു ആ കൊച്ചു കുഞ്ഞിൻ്റെ നോവലിൻ്റെ ബുദ്ധിമുട്ടുകൾ അങ്ങ് അറിയുന്നു. അവിടെ എല്ലാം പ്രവർത്തിക്കുവാനായിട്ട് അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങ് ഇടപെടണമേ. ഇപ്പോൾ ഞങ്ങൾ പ്രത്യേകമായിട്ടും വായിച്ച് നിർത്തിയ ഈ കത്തിലൂടെ ആ മകൻ്റെ ബുദ്ധിമുട്ടുകൾ അങ്ങ് അറിയുന്നല്ലോ. ഷിബു വളരെയേറെ വേദനിക്കുന്നു. ആത്മാർത്ഥതയോടെ തന്നെ എഴുതിയ ആ കത്തിനെ ഞങ്ങൾ പൂർണ്ണതയിൽ എടുക്കുന്നു. ഈശോയെ അങ്ങോട്ട് കടന്നു ചെന്ന് ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിച്ച് അവരെ അങ്ങ് നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയും ഈശോയെ അങ്ങയുടെ തിരുമുമ്പാകെ ഈ അപേക്ഷകളെല്ലാം ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഏറ്റെടുക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ,
പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673528. ഇമെയിൽ info@shalomtelevision.com.